പിന്നെ നൗ വി വിൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, അറ്റൻഡൻസ് പറയാതെ പോവരുത് ഗ്രൂപ്പിൽ നിന്ന്. ഒപ്റ്റിക്കൽ ഐസോമറിസം. So you learned about geometrical isomerism. Geometrical isomerism means identical groups are on the same side. Last year പഠിച്ചിട്ടുണ്ടല്ലോ. Identical groups are on the same side, that is called geometrical, and identical groups are on the opposite side, that is called transform. Identical groups are on the same side, that is called cis form. So for a geometrical isomer, you can identify whether a compound will be geometrical isomers or not from the structure. അതായത് നമുക്ക് ഒരു സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ സ്ട്രക്ചറിന് geometrical isomers ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഒപ്റ്റിക്കൽ ഐസോമർസത്തിന്റെ പ്രത്യേകത, from a structure you cannot identify whether a compound is optically active or not. Is it clear? അതായത് ഇവിടെ നിങ്ങൾക്ക് ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് സെയിം സൈഡ് ആണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി എന്താ പറയാ സിസ് ഐസോമർ. ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്, വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ട്രാൻസ് ഐസോമർ. ബട്ട് ഒപ്റ്റിക്കൽ ഐസോമർസ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെരിമെന്റൽ റിസൾട്ട് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഓർഡർ ഒക്കെ പഠിച്ചേക്കണ പോലെ, ഓർഡർ നമ്മൾ പറയില്ല, ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കണം എന്ന്. അപ്പോ നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ യു കനോട്ട് സേ, ഒരു കോമ്പൗണ്ട് വെറുതെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയെന്ന് പറയാൻ പറ്റില്ല. സോ പൊളാരിമീറ്റർ, ദാറ്റ് ഇസ് എ എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. സോ പൊളാരിമീറ്ററിൽ കൂടി ഈ ഒപ്റ്റിക്കലി ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യേണ്ട കോമ്പൗണ്ട് കടത്തി വിട്ടിട്ട് അതിന്റെ ഒബ്സർവേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഐ എം റിപ്പീറ്റിംഗ്. So we are passing, the compound should be analyzed. The compound which we want to analyze, we will pass through a polarimeter, and from that polarimeter reading only, we are identifying whether a compound is optically active or not. Okay, ഇത്രയും ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? ഒന്നുമില്ല, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ കണ്ടാൽ നമുക്കൊരു കോമ്പൗണ്ടിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ പറയാൻ പറ്റില്ല. ദീസ് ഓൾ ആർ സ്റ്റീരിയോ ഐസോമർസ്. സ്റ്റീരിയോ ഐസോമർസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രക്ചർ എല്ലാം സെയിം ആയിരിക്കും, ഓറിയന്റേഷനിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, അല്ലെ ഇതിന്റെ പൊസിഷൻസിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ടിന്റെ ബേസിൽ എഴുതാൻ പറ്റൂലല്ലോ. സോ വി ആർ ജസ്റ്റ് ലേണിംഗ് ദ ഷോർട്ട് കട്ട്സ്. അതായത് ഒരു കോമ്പൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഫ്രം എ പെർട്ടിക്കുലർ കോമ്പൗണ്ട് വി ആർ ജസ്റ്റ് ലേണിംഗ് ദ ടെക്നിക്സ്. അതായത് എക്സ്പെരിമെന്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് പറയും. അത് മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മള് ഇപ്പൊ നോർമൽ ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നോർമൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ലൈറ്റിന് എല്ലാ ഡയറക്ഷനിലും വൈബ്രേഷൻസ് ഉണ്ട് അല്ലെ. ദേ വിൽ ബി ഹാവിംഗ് vibrations in all possible directions, but that light when you pass through a Nicol prism, the normal light when you pass through a Nicol prism, passing through a Nicol prism, this other radiations will be cut off and the light will be having only vibrations in one direction, or we can say unidirectional. ഇപ്പൊ ഈ Nicol prism എന്താന്ന് വിചാരിക്കേണ്ട, അതൊരു എന്താ പറയാ കാൽഷ്യം കാർബണേറ്റിന്റെ ഓറോണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ Nicol prism, മീൻസ് കാൽസൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നോർമൽ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വിൽ ബി ഹാവിംഗ് വൈബ്രേഷൻസ് ഇൻ ഓൾ ഡയറക്ഷൻ. വെൻ വി പാസ് ത്രൂ എ Nicol prism, ഇറ്റ് വിൽ ബി ഹാവിംഗ് vibrations only in one direction, or that light will be unidirectional. അതായത് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ വൈബ്രേഷൻസ് ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം കട്ട് ഓഫ് ചെയ്ത് പോകും. ക്ലിയർ ആയല്ലോ? അപ്പൊ പ്ലെയിൻ നോർമൽ ലൈറ്റിനെ നമ്മൾ Nicol prismത്തിൽ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലൈറ്റ് ബിക്കം പ്ലെയിൻ പോളറൈസ്ഡ്. ഈ ലൈറ്റിനെയാണ് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പറയണത്. നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കുക. ഇപ്പൊ ഇതാണ് Nicol prism എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ലൈറ്റ് വന്നാൽ അതിൽ കൂടി പാസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധനമാണ് കടന്നു വരണമെങ്കിൽ, പക്ഷെ ഇങ്ങനെയുള്ള മാത്രം അതിൽ കൂടി കടന്നു പോകും. അതായത് ഇതിന്റെ കുറെ ഡയറക്ഷൻസിലുള്ള റേഡിയേഷൻസ് കട്ട് ചെയ്തിട്ട് ഒറ്റ ഡയറക്ഷനിലാക്കി മാറ്റും.
ആക്ച്വലി ഈ സൺഗ്ലാസസ് ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ ഭയങ്കര ചൂടുള്ള സമയത്ത് സൺഗ്ലാസസ് വെക്കുന്ന എന്തിനാ? ഈ സണ്ണിൽ നിന്ന് വരുന്ന ഒരുപാട് റേഡിയേഷൻസിനെ അത് കട്ട് ഓഫ് ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. ദാറ്റ്സ് വൈ വി ആർ ഗെറ്റിംഗ് എ കൂളിംഗ് എഫക്ട്. അതുപോലെ നോർമൽ ലൈറ്റിനെ നിക്കോൾ പ്രിസത്തിൽ കൂടി കടത്തിവിട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആക്കും. ഇനി ഇതാണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വിചാരിക്കുക. ദിസ് ഇസ് ദ ഓർഗാനിക് കോമ്പൗണ്ട്. ഇത് നിങ്ങൾ എൻട്രൻസിനൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ടാവും. മിസ് അത്രയിലേക്കൊന്നും പോണില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ്, അതിനേക്കാൾ വേറെ വല്ല വേർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഇത് ഒരുപാട് എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ കൂടി നമ്മൾ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ കടത്തിവിടും. അപ്പൊ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, അപ്പൊ ഇങ്ങനെയുള്ള ലൈറ്റ് വരുന്നത്, അപ്പൊ ആ സാമ്പിളിൽ കൂടി കടന്നു വരുമ്പോൾ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒന്നുമില്ലേ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ലെഫ്റ്റിലേക്കാണെങ്കിൽ ലീവോ എന്ന് പറയും. ഇപ്പൊ ഈ ഡെക്സ്ട്രോന്ന് തന്നെയാണ് നമ്മൾ പോസിറ്റീവ് സൈൻ കാണിക്കാം, ലീവോന് നെഗറ്റീവ് സൈനും കാണിക്കാം. അപ്പൊ അപ്പൊ ഇതിൽ നമുക്കിപ്പോ ഇങ്ങനെ ഇതിന്റെ ഈ ഒരു ആംഗിൾ ഒക്കെ മെഷർ ചെയ്യാം. എത്ര ഡിഗ്രിയാണ് റൈറ്റിലേക്ക് വന്നത്, എത്ര ഡിഗ്രിയാണ് ലെഫ്റ്റിലേക്ക് പോയെന്നൊക്കെ നമുക്ക് എക്സാക്ട്ലി മെഷർമെന്റ് കിട്ടും. മിസ് അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പൊളാരിമീറ്ററിന്റെ വീഡിയോ ഇടാം, അപ്പൊ ക്ലിയർ ആവും. ഓക്കെ, അപ്പോ എന്താ മിസ് പറഞ്ഞത്, ഒരു നോർമൽ ലൈറ്റിനെ നമ്മൾ നിക്കോൾ പ്രിസത്തിൽ കൂടി കടത്തിവിട്ട് അതിനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആക്കും. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെയാണ് നമ്മൾ ഓർഗാനിക് എന്താ പറയാ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കണ്ട കോമ്പൗണ്ടിൽ കൂടി കടത്തിവിടുന്നത്. ആ പുറത്തേക്ക് വരുന്ന ലൈറ്റ് ഒന്നുകിൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. റൈറ്റിലേക്ക് ആണെങ്കിൽ അതിനെ ഡെക്സ്ട്രോ പറയും, ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ ലീവോ പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താലാണ് നമുക്കൊരു കോമ്പൗണ്ടിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവുക. ദാറ്റ് മീൻസ് ദിസ് മെനി പ്രോസസ് വി ഹാവ് ടു ദ കോമ്പൗണ്ട് ഹാസ് ടു അണ്ടർഗോ. പക്ഷെ നമ്മളിതിപ്പോ ഒരു പൊളാരിമീറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ അതിൽ കൂടി ഓൾറെഡി പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റിനെ നമ്മൾ സാമ്പിളിൽ കൂടി കടത്തി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിലൊരു ഇങ്ങനെ ഒരു ആംഗിൾ മെഷർ ചെയ്യണൊക്കെ ഒരു എക്യുപ്മെന്റ് ഉണ്ട്, അതിൽ നിന്നാണ് നമ്മളത് ഒപ്റ്റിക്കൽ. അപ്പൊ നമുക്ക് ഇത്രയും പ്രോസസ്സ് കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പകരം എന്താ ചെയ്യണേ, അതിന് പകരം നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സ് പഠിക്കണം. അതായത് എങ്ങനെയൊക്കെയുള്ള കോമ്പൗണ്ട് ആണ് ഇതുപോലത്തെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കണെന്നുള്ളത് നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സ് പഠിക്കണം. അത്രയാണ് നമ്മൾ ഇതിൽ ചെയ്യണേ. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ മക്കളെ? എന്നിട്ട് അടുത്തതിലേക്ക് പോളൂ. ക്ലിയർ ആയോ മിസ്? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ എന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ ആയെങ്കിൽ. ബോയ്സ് റോഷൻ മാത്രമേ എഴുതിയുള്ളൂ. ഗേൾസ് ഓക്കെ, ബോയ്സ് ഓക്കെ. ഓക്കെ ഫൈൻ. അപ്പൊ മിസ് പറഞ്ഞത് എന്താ, നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എക്സ്പെരിമെന്റൽ റിസൾട്ട് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് അതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള ചില ഷോർട്ട് കട്ട്സ് മാത്രം ഇതിൽ പഠിക്കും. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ചെയ്യണം എന്താണെന്നറിയോ, ഇതിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ കൈറാൽ കാർബൺ. ചിറാൽ എന്ന് ചിലർ പറയും, കൈറാൽ എന്ന് പറയും. എങ്ങനെയാ നിങ്ങൾ പറയാന്ന് വെച്ചാൽ അതുപോലെ പറഞ്ഞോളൂ. ഇറ്റ് ഷുഡ് ഹാവ് എ കൈറാൽ കാർബൺ. 3 കണ്ടീഷൻസ് ആണ് തൽക്കാലം, കുറെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം വരുന്നതാണ് പറഞ്ഞത്. ഇറ്റ് ഷുഡ് ഹാവ് നോൺ സൂപ്പർ ഇമ്പോസബിൾ mirror images. It should have non-superimposable mirror images, and it should not have a plane of symmetry. It should not have a plane of symmetry. It should not have a plane of symmetry. So it should not have a plane of symmetry. Appo it should have a chiral carbon. It should have a non-superimposable mirror image. It should not have a plane of symmetry. Kana ഇപ്പുറത്തിരിക്കും. നോക്കാം.
it should have a chiral carbon or chiral carbon. Chiral carbon എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾക്കറിയാം കാർബണിന്റെ വാലൻസി 4 ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ കാർബണിന്റെ 4 വാലൻസി 4 ഡിഫറെന്റ് ഗ്രൂപ്പ് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുക. നോക്കുക, ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് ഡി, ഒന്ന് എഫ്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഒരു കാർബണെയാണ് നമ്മൾ എന്ത് പറയണത്? കൈറാൽ കാർബൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ. ആ പ്രോപ്പർട്ടീനെ നമ്മൾ കൈറാലിറ്റി പറയും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാർബണെ നമ്മൾ അസിമെട്രിക് കാർബൺ എന്ന് പറയും. സോ അസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞാൽ 4 valencies satisfied by 4 different group. Okay, 4 valencies 4 ഡിഫറെന്റ് ഗ്രൂപ്പ് വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെയാണ് നമ്മൾ ഒരു കൈറാൽ കാർബൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഷുഡ് ഹാവ് എ കൈറാൽ കാർബൺ. ക്ലിയർ ആയോ? പറയൂ. എന്നിട്ട് അടുത്തേക്ക് മിസ് പോകുള്ളൂ. ഇത് ഇത്തിരി എന്താ പറയാ, നിങ്ങൾ പഠിച്ചെന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്. ക്ലിയർ ആയി? അതായത് ഒരു കാർബണിന്റെ 4 വാലൻസി 4 ഡിഫറെന്റ് ഗ്രൂപ്പ് വെച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ കൈറാൽ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. എന്താ പരിപാടി? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയപ്പോ മിസ് ഐ എന്ന് എഴുതി കേട്ടോ, ഐ എന്ന് എഴുതി. അതിന്റെ മിറർ ഇമേജ് ഇങ്ങനെ തന്നെ അല്ലേ ഇരിക്കുക? ഇത് സൂപ്പർ ഇമ്പോസിബിൾ ആണോ അല്ലയോ? ഐ എന്ന് എഴുതിയിട്ട് ഞാൻ അതിന്റെ മിറർ ഇമേജ് വരച്ചാൽ ഇസ് ഇറ്റ് സൂപ്പർ ഇമ്പോസിബിൾ ഓർ നോട്ട്? യെസ്, സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇതിപ്പോ അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട. എ എന്ന് എഴുതി, അതിന്റെയും സൂപ്പർ ഇമ്പോസിബിൾ ആണ് അല്ലെ? ഇതൊക്കെ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ബി എന്ന് എഴുതിയാലോ? ബി എന്ന് എഴുതിയാലോ? ബി എങ്ങനെയാ മിറർ ഇമേജ് വരുമ്പോ? ഇങ്ങനെയല്ലേ വരിക? തിരിച്ചല്ലേ വരിക? നോ, അപ്പൊ അത് സൂപ്പർ ഇമ്പോസിബിൾ ആവില്ല. ഇനി മിസ് ഇതിന് പകരം ഞാൻ എന്റെ കൈയൊന്നും കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല, എന്നാലും ഞാൻ വെക്കുകയാണ്. അതില് നിങ്ങൾ എന്താ പറയാ, റിങ് നോക്കണ്ട. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും വെച്ച് കഴിഞ്ഞാൽ അത് മിറർ ഇമേജസ് അല്ല. ആക്ച്വലി ഇറ്റ്സ് മിറർ ഇമേജസ്. അത് സൂപ്പർ ഇമ്പോസിബിൾ ആണോ? ലെഫ്റ്റും റൈറ്റും മിറർ ഇമേജ് ആണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരു മിറർ ഇമേജ് ഇമാജിൻ ചെയ്താൽ ഇത് മിറർ ഇമേജസ് ആണ്. അപ്പൊ ഇത് സൂപ്പർ ഇമ്പോസിബിൾ ആണോ? അല്ല. പക്ഷേ നിങ്ങൾ സൂപ്പർ ഇമ്പോസിബിൾ അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഞാൻ ഇങ്ങനെ വെച്ചാൽ സൂപ്പർ ഇമ്പോസിബിൾ അല്ലേ? ഞാൻ ഇങ്ങനെ കൈ പിടിച്ചാൽ സൂപ്പർ ഇമ്പോസിബിൾ അല്ലേ? അല്ല. ഇങ്ങനെ വെച്ചാൽ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഓക്കെ, പക്ഷേ ഞാനപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ സൂപ്പർ ഇമ്പോസിബിൾ അല്ല എന്ന് പറയാൻ കാരണം? വൈ ഡു യു സേ ഇറ്റ് ഇസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറയാൻ കാരണം എന്താ? നോക്ക, അതായത് നിങ്ങൾ ഇതിനെ സൂപ്പർ ഇമ്പോസിബിൾ അല്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഈ സൂപ്പർ ഇമ്പോസിബിലിറ്റി ചെക്ക് ചെയ്യുക എങ്ങനെയാണെന്നറിയോ? യു ഹാവ് ടു അസ്യൂം ദാറ്റ് അപ്പൊ ഇത് എന്റെ ലെഫ്റ്റ് ഹാൻഡ്, ഇത് എന്റെ റൈറ്റ് ഹാൻഡ്. അപ്പൊ ഞാൻ സൂപ്പർ ഇമ്പോസിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് ഞാൻ ഈ കൈ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിന്റെ മേലേക്ക് വെക്കുക ചെയ്യണേ അല്ലെ? അപ്പൊ ഒറ്റ വിരലും കോയിൻസൈഡ് ചെയ്യില്ല. ഓക്കെ, ദാറ്റ് ഇസ് സൂപ്പർ ഇമ്പോ. അങ്ങനെയാണ് നമ്മൾ സൂപ്പർ ഇമ്പോ, ഇങ്ങനെയല്ല ചെയ്യണത്. ഓക്കെ, അപ്പൊ സൂപ്പർ ഇമ്പോ എല്ലാം കറക്റ്റ് ആയിട്ട് വരും. സോ you have to assume that I have to take the mirror image and keep it on the object. എന്നിട്ടാണ് നമ്മൾ നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു കണ്ടീഷൻ, it should have a chiral carbon. Second one, it should have non-super imposable mirror images. It should have non-super imposable mirror images. And third one, ആദ്യത്തെ രണ്ടതും should have എന്നാ പറയണത്. മൂന്നാമത്തത്, it should not have a plane of symmetry. അതിനൊരു plane of symmetry ഉണ്ടാവാൻ പാടില്ല. There are different type of symmetric elements. കുറച്ചൊക്കെ എൻട്രൻസിനൊക്കെ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരൊന്നും വിഷമിക്കണ്ട. പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമാജിനറി പ്ലെയിൻ അസ്യൂം ചെയ്താൽ ഒരു സൈഡ് മറ്റേ സൈഡിന്റെ മിറർ ഇമേജ് ആയിരിക്കണം. ലൈക്ക് ഇപ്പൊ നമ്മൾ ബെൻസിൻ എടുത്തു വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സൈക്ലോഹെക്സേൻ എടുത്തു വിചാരിക്കുക. സൈക്ലോഹെക്സേൻ എന്ന് പറഞ്ഞാൽ എല്ലാ കോർണറിലും CH, CH2, 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 CH2 എന്നല്ലേ വരുന്നത്. ഇതിന് ഓരോ 60 ഡിഗ്രി തിരിച്ചാലും വീണ്ടും അതേ അപ്പിയറൻസ് തന്നെയല്ലേ വരുന്നത്. അതിനെ നമ്മളൊരു ആക്സിസ് ഓഫ് സിമെട്രി എന്നാണ് പറയാ. അതിലേക്ക് നമുക്ക് പോണ്ട. ഇപ്പൊ മീൻസ് ഒരു മോളിക്യൂൾ എഴുതി വിചാരിക്കുക, COOH, COHH, COHH, COH, ഇങ്ങനെ ഒരു മോളിക്യൂൾ എഴുതി. ഓക്കെ, അപ്പോ ഇതില് കൈറാൽ കാർബൺ ഉണ്ട് അല്ലെ? കൈറാൽ കാർബൺ ഇല്ലേ? നോക്കിയേ, ഇത് കൈറാലാണ്. 1 2 3 4. ഈ കാർബണും കൈറാലാണ്. പക്ഷെ ഞാൻ ഇതിലൊരു ഇങ്ങനെ ഒരു പ്ലെയിൻ അസ്യൂം ചെയ്താൽ
if I assume a plane like this, ഇങ്ങനെ ഒരു പ്ലെയിൻ ഞാൻ അസ്യൂം ചെയ്താൽ ഒരു പാർട്ട് മറ്റേ പാർട്ടിന്റെ മിറർ ഇമേജ് അല്ലേ? അല്ലേ? ഇതും ഒരേപോലെ തന്നെ അല്ലേ ഇരിക്കണേ? ആണ്. അപ്പൊ ഇതിന് നമുക്ക് പറയാം ഇതിനൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ദിസ് ഹാസ് എ പ്ലെയിൻ ഓഫ് സിമെട്രി. അപ്പൊ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവോ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവോ? ഇല്ല. പക്ഷേ ഇൻഡിവിജ്വലി നിങ്ങൾ നോക്കുമ്പോ ഇതിൽ കൈറാൽ കാർബൺ ഉണ്ടല്ലോ, കൈറാൽ കാർബൺ ഉണ്ട്. പക്ഷെ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവില്ല. അപ്പൊ കൈറാലിറ്റി ഉണ്ടെങ്കിലും ചില കോമ്പൗണ്ട്സ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാത്തത്, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പഠിക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പൊ പ്ലെയിൻ ഓഫ് സിമെട്രി എന്താന്ന് മാത്രമേ മിസ് പറഞ്ഞില്ല, എല്ലാം കൂടി പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പോ അതിലൊരു കൈറാൽ കാർബൺ ഉണ്ടാവണം, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടാവണം, ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എ പ്ലെയിൻ ഓഫ് സിമെട്രി. ഇനിയിപ്പോ മിസ് ഒരു മോളിക്യൂൾ എഴുതാ, നിങ്ങളൊന്ന് അസ്യൂം ചെയ്യാം. C2H5 CH3 HCl. ഈ കാർബൺ കൈറാൽ കാർബൺ ആണോന്നൊന്ന് പറഞ്ഞേ. ഈ കാർബൺ, ഈ സെന്ററിൽ വരുന്ന കാർബൺ കൈറാൽ ആണോ? എല്ലാവരും ആരായാലും നോ പറയണ്ടല്ലോ. യെസ്, കാരണം എന്താ? 4 valencies are satisfied by 4 different group. അപ്പൊ കൈറാൽ കാർബൺ വരച്ചു കഴിഞ്ഞാൽ ഇനി അപ്പൊ ഇതിന്റെ മിറർ ഇമേജ് ഞാൻ വരച്ചാൽ ഇങ്ങനെയല്ലേ മക്കളെ വരിക? HCl C2H5 CH3. It will be having a non superimposable mirror image. ഇനി ഇതൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക എങ്ങനെയാ? ഏതെങ്കിലും ഒരു പ്ലെയിൻ നിങ്ങൾ അസ്യൂം ചെയ്താൽ ഇതുപോലെ തന്നെയായിരിക്കണം മുകൾ വശം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു മോളിക്യൂളിൽ ഞാൻ എങ്ങനത്തെ ഒരു പ്ലെയിൻ വരച്ചാലും, പ്ലെയിൻ അസ്യൂം ചെയ്താലും ഒരു പാർട്ട് മറ്റേ പാർട്ട് പോലെ അല്ല ഇരിക്കണേ അല്ലെ? ഇതാ അല്ല, ഇങ്ങനെ വെച്ചു അപ്പോഴും അല്ല. യെസ്, ക്ലിയർ? അപ്പോ ഇതിനൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. സോ ദിസ് കോമ്പൗണ്ട് വിൽ ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്. ക്ലിയർ ആയല്ലോ? സോ ദർ ആർ 3 അപ്പൊ നമ്മൾ ആക്ച്വലി ഈ പഠിക്കുന്ന കണ്ടീഷൻ എന്താണെന്നോ, നമുക്ക് ഈ പോളാരിമീറ്റർ വെച്ചിട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഓർഗാനിക് കോമ്പൗണ്ടിൽ കൂടി കടത്തി വിട്ട് അതിന്റെ റിസൾട്ട് ഒന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ പഠിച്ച 3 കണ്ടീഷൻ ആണിത്. ഒന്ന്, അതിനൊരു കൈറാൽ കാർബൺ ഉണ്ടാവണം. രണ്ടാമത്, it should have non-superimposable mirror images, and it should not have a plane of symmetry. Plane of symmetry ഉണ്ടാവാൻ പാടുമില്ല. അതാണ് പറഞ്ഞ കണ്ടീഷൻസ്. ഇനി ഒരു റിയാക്ഷൻ നടക്കുമ്പോ ഒരു റിയാക്ഷന് 3 ഔട്ട്കം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻവേർഷൻ. ഈ ഡയഗ്രാം പഠിക്കണം. ഇത് ബോർഡിന് ഒരു തവണ ഈ ഡയഗ്രാം മാത്രം 3 മാർക്കിന് ചോദിച്ചു. അതായത് 3 ഡയഗ്രാം വെച്ചാൽ 3 മാർക്ക്, അല്ലെങ്കിൽ 0. ഇൻവേർഷൻ, റിട്ടൻഷൻ ആൻഡ് റെസിമൈസേഷൻ. ഇൻവേർഷൻ, റിട്ടൻഷൻ ആൻഡ് റെസിമൈസേഷൻ. ഇനി നമുക്ക് നോക്കാം. മിസ് അതേപോലത്തെ ഒരു കോമ്പൗണ്ട് വരച്ചു, C2H5. ഇവിടെ ഒരു X കൊടുത്തു. എക്സിന് നമുക്ക് കളയാനുള്ളതാണ്. അപ്പൊ എക്സിന് ഞാൻ റെഡ് കൊടുക്കാമേ. C2H5 കൊടുത്തു. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് കൊടുത്തു. ഇവിടെ ഒരു ഹൈഡ്രജനും കൊടുത്തു. ഞാൻ ഇനി എക്സിനെ മാറ്റി y, എക്സിന്റെ സൈൻ മൈനസ് ആണ്, വൈന്റെ സൈനും മൈനസ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോ എക്സിനെ മാറ്റി y വരാന്ന് പറഞ്ഞാൽ, എക്സ് എടുത്തിട്ട് ആ പ്ലേസിൽ y വരാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ദാറ്റ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പേര് പറഞ്ഞേ. വേഗം ചാറ്റ് ബോക്സിൽ ഇടുക. ആ റിയാക്ഷൻ നമുക്ക് എന്ത് പേര് വിളിക്കാം? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. എന്ത് ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഒരു നെഗറ്റീവ് സൈൻ മാറി വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഐ എം ആസ്കിങ് വിച്ച് ടൈപ്പ് ഓഫ്. വെരി ഗുഡ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ SN1 SN2 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. അപ്പോ ദിസ് ഇസ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യണേ നോക്കിക്കോളൂ. ഞാൻ ഒരു ഗ്രൂപ്പിന്റെയും പൊസിഷൻസ് മാറ്റുന്നില്ല. എല്ലാം അതുപോലെ തന്നെ വെച്ചു. ഇവിടെ CH3, ഇവിടെ H, ഇവിടെ എക്സിന് പകരം ഞാൻ y എഴുതി. That is one possibility. That is without
affecting the stereochemistry of the compound. Stereochemistry എന്ന് പറഞ്ഞാൽ വാക്ക് കോംപ്ലിക്കേറ്റ് ഒന്നുമില്ല, അതിന്റെ പൊസിഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്റ്റീരിയോകെമിസ്ട്രി ഞാൻ എക്സിന് പ്ലേസിൽ വൈ വെച്ചു. അപ്പോ എല്ലാ ഗ്രൂപ്പിന്റെ പൊസിഷൻസും അത് റീറ്റെയിൻ ചെയ്തു അല്ലെ, അതിന്റെ പൊസിഷൻസിൽ ഒന്നും ഒരു വ്യത്യാസം വന്നില്ല. അപ്പൊ എല്ലാ ഗ്രൂപ്പിന്റെ പൊസിഷൻസും അവിടെ റീറ്റെയിൻ ചെയ്യപ്പെട്ടത് കൊണ്ട് ഇതിന് ഞാൻ ഓപ്ഷൻ എ കൊടുക്കുകയാണ്. ദിസ് ക്യാൻ ബി കോൾഡ് റിട്ടൻഷൻ. ദിസ് ക്യാൻ ബി കോൾഡ് റിട്ടൻഷൻ. ക്ലിയർ ആയല്ലോ? അതായത് മിസ് ഇവിടെ ഒന്നിന്റെയും പൊസിഷൻസ് മാറ്റിയില്ല, പകരം എക്സ് ഉണ്ടായിരുന്ന അതേ പൊസിഷനിൽ വൈ വന്നു. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ വേറൊരു തരത്തിലും കൂടി എനിക്ക് വൈ കൊണ്ടുവരാം. ഞാൻ ഇതിന്റെ എല്ലാം പൊസിഷൻസ് ഇങ്ങോട്ടാക്കി. അതായത് ഇതുപോലൊരു മെക്കാനിസത്തിൽ നമ്മൾ പഠിച്ചു, അതായത് എൻടയർ ഗ്രൂപ്പിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അതുകൊണ്ട് അവിടുത്തെ ക്രൗഡിങ് കുറഞ്ഞു, എന്നിട്ട് പുതിയ ഗ്രൂപ്പ് വരണമെന്നും പറഞ്ഞ് ഞാനൊരു മെക്കാനിസം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. പേരോർമ്മയുണ്ടോ? അതായത് ഗ്രൂപ്പിന്റെ പൊസിഷൻസ് എല്ലാം മാറ്റി. വെരി ഗുഡ്, ദാറ്റ് വാസ് SN2 റിയാക്ഷൻ. അവിടെ മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? BR മൈനസ് പോണ സൈഡിൽ നിന്ന് പുതിയ OH മൈനസിന് വരാൻ പറ്റില്ല. അപ്പോ എന്താ ചെയ്യാ? ഗ്രൂപ്പിന്റെ പൊസിഷൻസ് അങ്ങനെ തന്നെ ഇൻവേർട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പുതിയ ഗ്രൂപ്പ് വരും. ഏതാണ്ട് അതുപോലെ തന്നെ ഇവിടെ നടന്നത് അല്ലെ. ഗ്രൂപ്പിന്റെ പൊസിഷൻസ് എല്ലാം മാറി. ഏത് സൈഡിൽ നിന്നാണോ നമ്മുടെ ന്യൂക്ലിയോഫൈൽ പോയത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നു. അതുകൊണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് എല്ലാത്തിന്റെ പൊസിഷൻസും മാറി. സോ ദിസ് ഇസ് ഓപ്ഷൻ ബി. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിൽ എന്ത് പേരായിരിക്കും ഇതിൽ വിളിക്കാൻ പറ്റിയ? പൊസിഷൻ എല്ലാം തലതിരിഞ്ഞു പോയി. അപ്പൊ എന്ത് പറ്റും? എന്തായിരിക്കും ഇതിനെ വിളിക്കാൻ? ഇൻവേർഷൻ. ദിസ് ഇസ് കോൾഡ് ഇൻവേർഷൻ. ഇനി തേർഡ് ഓപ്ഷൻ എന്ന് പറയണത് you can get a mixture of A plus B. You can get a mixture of A plus B. That means നമ്മുടെ കയ്യിൽ 100 മോളിക്യൂൾ ഉണ്ടെങ്കിൽ 50 മോളിക്യൂൾ അതുപോലെ തന്നെ ഇരുന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ബാക്കി 50 മോളിക്യൂൾ ഇൻവേർട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. That means you will be having 50% dextro and 50% levo. ഇനി ഇതിലെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് എനിക്ക് പറയാം അല്ലെ. ഐ ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ദിസ് ഇസ് ഹാവിംഗ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം. പക്ഷെ എനിക്ക് ഇതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. അതിന് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണോ അല്ലെ. ബിക്കോസ് ഐ ഡിഡ്ന്റ് മെൻഷൻ വാട്ട് ഇസ് വൈ. അപ്പോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓറിയന്റേഷൻ ഇത് എഴുതാൻ പാടില്ലേ മിസ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണാണ്. പ്ലസ് ഇവിടെ എഴുതാൻ പറ്റില്ല, കാരണം നമുക്ക് അറിയില്ലല്ലോ. ഇതിന്റെ പ്ലസ് ആണെങ്കിൽ റിട്ടൻഷൻ ആണെങ്കിൽ ഇതിന്റെയും പ്ലസ്, ഇൻവേർഷൻ ആകുമ്പോൾ ഇതിന്റെ മൈനസ്. ക്ലിയർ ആയല്ലോ? റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷനിൽ വ്യത്യാസം വരുന്നില്ല, അപ്പൊ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മാറുന്നില്ല. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ